കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ അപകടാവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ച് മന്ത്രി CP ജോൺ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന വാർഡിലെ മെമ്പർ അടക്കമുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ഓരോ ഡിപ്പോയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് സംബന്ധിച്ച് ചെറിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ നടപ്പിലാക്കാനും അധികാരം അവർക്കുണ്ടെന്നും മേജറായ കാര്യങ്ങൾ KSRTC എടുത്തു നടത്തുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ. കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നിലവിലുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഡിപ്പോയുടെ ചെയർമാൻ ഇവിടുത്തെ MLA ആയിട്ടുള്ള നമ്മുടെ ജയന്താണ് MLA ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന മേയർ, അതേപോലെ തന്നെ ഈ വാർഡിലെ മെമ്പർ അടക്കം ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഓരോ ഡിപ്പോയിലെയും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനുള്ള അധികാരം അവർക്കുണ്ട്. മേജറായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തും, KSRTC ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് കാണാനായിട്ടാണ് ഞാൻ വന്നത്. ഇത് KSRTCയുടെ ബിൽഡിംഗ് അല്ല, KDDFCയുടെ ബിൽഡിംഗ് ആണെന്നും KSRTC അല്ല ഇത് ഓൺ ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. MLA അഡ്വക്കേറ്റ് ജയന്തിന്റെ അഭിപ്രായത്തിൽ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാനിക്കുന്നുവെന്നും വിദഗ്ധരുടെ അഭിപ്രായം കേട്ടതിനു ശേഷം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. 18 വയസ്സ്, ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി, കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും.